മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ ആയുസ് കുറഞ്ഞ നമ്മൾ, അവസാനം വന്ന നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ ആദ്യമെത്തുന്നു? എങ്ങനെ അവരെക്കാളെല്ലാം അത്യുന്നതമായ ധാരാളക്കണക്കിന് ആളുകൾ ഈ ഉമ്മത്തിലെ മെമ്പർമാരെങ്ങനെ സ്വർഗത്തിൽ എത്തുന്നു? അത് വിശദീകരിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഗൗരവത്തോടെ നമ്മൾ ആ രഹസ്യം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള സമുദായങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത വലിയ രൂപത്തിലുള്ള നന്മകൾക്ക് വർദ്ധിച്ച തോതിൽ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വല്ലാത്ത വിശേഷ സന്ദർഭങ്ങളും അവസരങ്ങളും ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് റമദാനിൽ നമ്മൾ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്വം. അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകൾ. അതിൽപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് പറയാനുള്ളത്. അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു. ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ധാരാളക്കണക്കിന് ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെട്ട ദശദിനങ്ങളാണ്, 10 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിയും തന്റെ ഇടവുമുള്ള ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അവൻ ഗൗരവത്തോടെ ആലോചിക്കണം. ദുനിയാവിലെ ചെറിയ ഓഫറുകൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് 50 പൈസ, 1 രൂപ, 2 രൂപ ഓഫർ ഉണ്ടെന്ന് വന്നാൽ, ഇന്നലെ 10 രൂപയായിരുന്ന സാധനം ഇന്ന് 9 കിട്ടും, അല്ലെങ്കിൽ 8.50 കിട്ടും എന്ന് വന്നാൽ, നാളെ അത് കിട്ടില്ലെന്നും വന്നാൽ, ഇന്നത്തെ ദിവസം അത്തരം സ്ഥലങ്ങളിൽ പൂഴിയിട്ടാൽ തോരാത്തത്ര, സൂചിക്ക് കുത്താൻ ഇടമില്ലാത്തത്ര റഷും തിരക്കും അകത്തും പുറത്തും നമ്മൾ കാണുന്നു. എന്താ കാരണം? ഒരു ബിഗ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, വമ്പിച്ച കിടിലൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ? ഒരു 50 പൈസയുടെ കുറവുണ്ട്, ഒരു ദിർഹമിന്റെ 2 ദിർഹമിന്റെ കുറവുണ്ട്. അവിടെ ഇടിച്ച് തള്ളി കയറിക്കൊണ്ട് സമയം ചെലവഴിച്ച് ക്യൂ നിന്നുകൊണ്ട് ക്യാഷ് കൗണ്ടറിൽ തിരക്ക് കൂട്ടി അസ്വസ്ഥരായി മണിക്കൂറുകളോളം സമയം നിൽക്കാൻ തയ്യാറുള്ള, മാനസികമായി അതിന് യാതൊരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ, റഹ്മാനായ റബ്ബ് പറയുന്നു, മനുഷ്യ, നിന്റെ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിനക്ക് വമ്പിച്ച കിടിലൻ ഓഫറുകൾ, ഓഫർ ചെയ്യപ്പെട്ട ദിവസങ്ങൾ വരുന്നു. നീ മുതലാക്കാൻ, അത് ചൂഷണം ചെയ്യാൻ, അതിനെ നീ ഉപയോഗപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട്, അള്ളാഹ് നമുക്ക് നൽകുന്ന ബിഗ് ഓഫറുകളോട്, വമ്പിച്ച ഓഫറുകളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു? നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്നാണ് മഹാന്മാരായ ഒട്ടേറെ സഹാബിമാരിൽ നിന്നും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്നുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ധാരാളം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, എന്തായിരിക്കാം ഇങ്ങനെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര വലിയ ഓഫർ പ്രഖ്യാപിക്കപ്പെട്ടത്? ഇത്ര വലിയ പ്രാധാന്യം ഇതിന് എന്തുകൊണ്ട് ഉണ്ടായി? മഹാന്മാരായ പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും ഈ വിഷയം പറഞ്ഞപ്പോൾ വിശകലനം നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മാ അശാറ ഇലൈഹി ഇബ്നു ഹജർ റഹിമഹുല്ലാഹു വഗൈറുഹു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു കാണാം, മിൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാതി ഫീഹാ മിനസ് സ്വലാത്തി വസ്സിയാമി വസ്സദഖാതി വൽ ഹജ്ജി വദബ്ഹിൽ അളാഹി വസായിരിസ് സാലിഹാത്ത്. ഈ വരുന്ന 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച രൂപത്തിലുള്ള പ്രതിഫലം, നന്മകൾക്ക് വർദ്ധിച്ച രൂപത്തിലുള്ള പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ളത്, വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലൊന്നും ഒന്നിച്ചു വരാത്ത സർവ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നു. മറ്റുള്ള കാലങ്ങളിലൊന്നും ഈ ഇബാദത്ത് എല്ലാം കൂടി ഒന്നിച്ചു വരുന്നില്ല. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട്? നിസ്കാരം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്, നോമ്പെടുക്കാൻ കഴിയുന്നുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജ് ഉണ്ട്, ഉംറയുണ്ട്, ഉളുഹിയ്യത്ത് അറവുണ്ട്, മറ്റു സൽക്കർമ്മങ്ങളുണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ള 10 ദിനങ്ങളാണിത്.
എല്ലാം അടങ്ങിയിട്ടുള്ള ഇതുപോലെ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, മുഖ്യമായ ഇബാദത്തുകൾ എല്ലാം കൂടി സംഗമിക്കുന്ന, സമ്മേളിക്കുന്ന ഒരു ദിവസങ്ങൾ വേറെയില്ല. അതുകൊണ്ടായിരിക്കാം ഈ ദിനങ്ങൾക്ക് ഇത്രത്തോളം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അറഫാ ദിനം എന്ന് പറയുന്ന ദുൽഹജ്ജ് 9 മഹത്വമേറിയ അറഫാ ദിനം, അതുപോലെ തന്നെ യൗമുൻ നഹ്ർ എന്നറിയപ്പെടുന്ന ദുൽഹജ്ജ് 10, അതൊക്കെയും ഈ ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല ലിയദ്കുറുസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിടത്ത് അധിക മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് അശ്റ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത? പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഈ സമുദായം ചിന്തിക്കാതെ പോവുകയാണ്. ഏതോ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, ദുൽഖഅദ് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞുപോയി, അതുപോലെ ഇനിയും കഴിഞ്ഞു കടന്നു പോകും ദുൽഹജ്ജ് 10. അങ്ങനെ വിടേണ്ടവരാണോ? നിസ്സാരമായി ഗണിക്കേണ്ടതാണോ സഹോദരങ്ങളെ ഈ 10 ദിവസങ്ങൾ? ഒരിക്കലുമല്ല. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, നമ്മൾ ഗൗരവത്തോടെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങളെ എല്ലാവരും ഉണർന്ന് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. അവിടുന്ന് പറയുന്നു, മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി ഫീഹിന്നൽ അമൽ ഔ അഫ്ദലു ഫീഹിന്നൽ അമൽ മിൻ അയ്യാമിൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ദിവസങ്ങൾ വേറെയില്ല. ഏതുപോലെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോളം അല്ലാഹുവിന്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും ശ്രേഷ്ഠതയും പ്രഖ്യാപിക്കപ്പെട്ട മറ്റു ദിവസങ്ങളില്ല. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയാലും ഇത്ര കൂലില്ലേ? അള്ളാന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയാലും ജിഹാദ് നടത്തിയാലും അവർക്ക് പോലും ഈ ദുൽഹജ്ജ് 10 ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ജിഹാദിന് പോകുന്നവർക്ക് പോലും ഇല്ലയോ? സഹാബത്തിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, അതേ, വലൽ ജിഹാദു, ജിഹാദിനും ഇതിനേക്കാൾ താഴെയാണ് പ്രതിഫലം. പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ജിഹാദുണ്ട്. അത് ജിഹാദിന്റെ ഏറ്റവും ഉന്നതമായ ഇനമാണ്. അതേതാണ്? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലാ യർജിഉ മിൻ ദാലിക ബിശൈഇ. ഒരാളൊഴികെ, അയാൾ തന്റെ ശരീരം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു, തന്റെ ധനം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു, എന്നിട്ട് ഫലാ യർജിഉ മിൻ ദാലിക ബിശൈഇൻ, സമരമുഖത്ത് നിന്ന് അവന് ഒന്നും തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ പോയി, അയാൾ മരിച്ചു. ശരീരം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ ധനം കൊടുത്തു. ആ ജിഹാദ് നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങോട്ടെത്തൂല. അത് മാത്രം ഇതിനോട് കടപിടിക്കൂല. അതല്ലാത്ത നിലക്കുള്ള മറ്റ് ജിഹാദുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനാവുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. ഇനി നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളെ നമ്മളെങ്ങാനും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മേക്കാൾ വലിയ വിഡ്ഢികൾ ആരാ ഉണ്ടാവുക? അല്ലാഹ് ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ച ദിവസങ്ങൾ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട്, ആ ദിവസങ്ങളിൽ നമുക്ക് ആഫിയത്ത് തന്നിട്ട്, ജീവിക്കാനുള്ള അവസരം തന്നിട്ട്, എത്രയോ ആളുകൾ നിന്ന് മണ്ണറയിൽ ഖബറിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ. നമ്മുടെ ബന്ധുക്കൾ അല്ലാത്തവർ പലരും മുസ്ലിമീങ്ങൾ. സൽക്കർമ്മങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ പെട്ടതാണല്ലോ പൊതുവായ അർത്ഥത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കൽ. അതുകൊണ്ട് സാധ്യമാകുമെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ 9 ദിവസം വരെയും നോമ്പെടുക്കാവുന്നതാണ്. അതിൽ അറഫാ ദിനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്.
അതുപോലെ തന്നെ അതിൽ വരുന്ന തിങ്കളിനും പ്രാധാന്യമുണ്ട്, വ്യാഴാഴ്ചക്കും പ്രാധാന്യമുണ്ട്. അതിന്റെ പുറമേ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും ഇത്രത്തോളം വർദ്ധിത തോതിൽ പുണ്യം ലഭിക്കുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഈ ദിവസങ്ങളിൽ മുഴുവനുമായി കൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ പോലും അതിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് സഹ്സഹല്ലാഹു വജ്ഹഹു അനിൻ നാരി ബിദാലിക്കൽ യൗമി 70 ഖരീഫാ. ആരെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ തന്നെയും 70ഓളം വർഷത്തെ വഴിദൂരം നരകത്തെയും അവനെയും തൊട്ട് റബ്ബ് അകറ്റുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖൻദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനത്തിൽ നോമ്പെടുത്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരത്തിന്റെ കണക്കാക്കിക്കൊണ്ട് ഒരു കിടങ്ങ് കുഴിക്കപ്പെടുന്നതാണ്. അത്രത്തോളം അവനും നരകവും തമ്മിൽ അകറ്റപ്പെടുന്നു.